നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കുഞ്ഞുമോനോട് പറയാൻ ഒന്നേ ഉള്ളൂ, നീ എന്ത് വില കൊടുത്തും നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കണം. അവർ നിന്നെ അത്രമാത്രം വിശ്വസിച്ചാ ജീവിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഞാൻ അറിയപ്പെടുന്നത് വെട്ടരിവാൾ കൃപാകരി എന്നാ. തരട്ടെ ഒന്ന്? അയ്യോ വേണ്ട, ഈ ഡ്രസ് നിങ്ങൾ എടുത്തോ, ഞാൻ വേറെ ഒരെണ്ണം ഇട്ടോളാം. നിങ്ങളല്ല മാഡം, ഇനി മുതൽ എന്നെ മാഡം ഒന്ന് വിളിക്കാവൂ. വിളിക്കണി മാഡം. അല്ല, ഇന്ന് രാത്രിയിൽ എനിക്ക് കഴിക്കാൻ ഫുഡ് എന്താ? അത് എനിക്ക് ബ്രോട്ടയും 2 പ്ലേറ്റ് ചിക്കൻ പൊരിച്ചതും പിന്നെ ഒരു ചിക്കൻ കറി. പൊറോട്ടയോ? അതെന്തോന്ന്? ഈ പൊറോട്ട തന്നെയല്ലേ? ഞങ്ങൾ ചില പോലീസുകാരെ അതിനെ ഒരു ക്രിമിനൽ ഫുഡായിട്ടാ കരുതുന്നത്. ദഹിക്കാൻ പാടല്ലേ, അതുകൊണ്ട് അതിനെ ബ്രോട്ട എന്ന് പറയുന്നത്. ആ, വേഗം ഓർഡർ ചെയ്യേ. മോനെന്തിനാ വിഷമിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല മുത്തശ്ശ. എന്തിനാ കള്ളം പറയുന്നത്? എനിക്ക് നിന്റെ മനസ്സറിയില്ലേ? ജീവിതമാകുമ്പോ ഇതൊക്കെ ഉണ്ടാകും മോനെ. പല വിഷമങ്ങളും നേരിടേണ്ടി വരും. പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്താ വേണ്ടത്. അത് തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മുത്തച്ഛൻ വന്നത് നന്ദനയുടെയും മീനാക്ഷിയുടെയും കാര്യം ചോദിക്കാനാ. അവർക്കെന്തുണ്ട് വിശേഷം? അവർക്ക് വേറെ വിശേഷമൊന്നുമില്ല മുത്തശ്ശ. ആ ഗിരീഷ് നമ്പ്യാര് ഒരു വാടക വീട് ഒരുക്കി കൊടുത്തു. അവര് അവിടെയാ താമസം. നിന്റെ ഭാര്യയും നിന്നെ വളർത്ത അമ്മയുമാ ആ രണ്ടുപേരും. അവരെ നിനക്ക് വിളിച്ചിട്ടൊന്നുണ്ടായിരുന്നോ? അവരിനി ആര് വിളിച്ചാലും അങ്ങനെ വരില്ല മുത്തശ്ശ. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ വരും? അത്രയ്ക്കും വേദനിച്ചിട്ടല്ലേ ആ കുട്ടി പോയത്. ഞാനും കുറ്റക്കാരനാ. വോയിസ് നഷ്ടപ്പെട്ടൊരു കാരണവരായിട്ടാ കുറച്ചു നാളുകൊണ്ട് ഞാനതിനകത്ത് ജീവിക്കുന്നത്. കുടുംബ സമാധാനത്തെ കരുതി പലതും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രമേണ എന്റെ ശബ്ദവും പോയി. ഒരു നോക്കുകുത്തിയുടെ അവസ്ഥ. അതുപോട്ടെ, ഒന്നും ചെയ്യാനില്ലാത്തവന്റെ കയ്യിലെ ആയുധമാ ഇത്തരം ചില വേദാന്തം. മുത്തശ്ശന് എന്റെ കുഞ്ഞുമോനോട് പറയാൻ ഒന്നേ ഉള്ളൂ, നീ എന്ത് വില കൊടുത്തും നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കണം. അവർ നിന്നെ അത്രമാത്രം വിശ്വസിച്ചാ ജീവിക്കുന്നത്. നീ താലികെട്ടി കൂടെ കൂട്ടിയ പെണ്ണും നിന്റെ കുഞ്ഞും ഒരിക്കലും കരയാനിടവരരുത്.
നീ അവരുടേതാ, അവര് നിന്റേതും. ഇക്കാര്യത്തിൽ മാത്രം മറ്റാരും പറയുന്നൊന്നും നീ കേൾക്കണ്ട. ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഒരു വാക്ക് മുത്തശ്ശൻ തരിക. മരിക്കുന്നവരെ ഈ മുത്തശ്ശൻ നിന്നോടൊപ്പം ഉണ്ടാവും. മുത്തശ്ശ, മറ്റുള്ളവർ പറയുന്നത് ഒളിഞ്ഞെന്ന് കേൾക്കുന്ന ശീലം തറവാടികൾക്ക് ചേർന്നതല്ല. എന്താ പറഞ്ഞേ? കേട്ടില്ലേ? ഇല്ല, ഞാനൊന്നും കേട്ടില്ല. അത് ശരി, അവനെയും തുടങ്ങി. എന്തൊക്കെയാ ഈ കൈവളേട്ടൻ പറയുന്നത്? എന്തിനാ മറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംസാരം കേട്ടതെന്ന്? ഞാൻ ആരുടെയും മുറിയുടെ മുമ്പിൽ മറിഞ്ഞു നിന്നിട്ടില്ല, ഒന്നും കേട്ടതുമില്ല. എനിക്ക് അത്ര ഏർപ്പാടുകളൊന്നുമില്ല. ആ ഈഗോയും കൊണ്ട് സമ്മതിക്കുന്നില്ലല്ലേ? എനിക്ക് എന്നെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. പിന്നെ എന്നിട്ടാ ഈഗോ? രാജലക്ഷ്മി, എനിക്കറിയാവുന്നതിൽ കൂടുതൽ മറ്റാർക്കാ അറിയാ? ഒരു പ്രയോജനമില്ലെന്നറിയാം. എന്നാലും പല പ്രാവശ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞേക്കാം. ഉള്ളിലുള്ള സ്നേഹം മറച്ചു വയ്ക്കാനുള്ളതല്ല. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല. ലാഭമേ ഉണ്ടാകൂ, കൊടുക്കുന്നവർക്കും കിട്ടുന്നവർക്കും. ആ ഗിരീഷ് നമ്പ്യാര് ഒരു വാടക വീട് ഒരുക്കി കൊടുത്തു. അവര് അവിടെയാ താമസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.